ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചറിവ് അവനവനെ തന്നെ തിരിച്ചറിയുക എന്നതാണ്. അവനവനിലെ മൂല്യം തിരിച്ചറിയുക എന്നത് വളരെ പ്രശസ്തമായ ഒരു ജാപ്പാനീസ് നാടോടി കഥയുണ്ട്. ഒരു പാറ തൊഴിലാളിയുടെ കഥ. അയാൾ ഒരിക്കൽ പാറമടയിൽ ഒരു വലിയ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കെ കുറച്ചപ്പുറത്തുകൂടി രാജാവും പരിവാരങ്ങളും കടന്നു പോകുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആനപ്പടയും കുതിരപ്പടയും കാലാൾപ്പടയും ഒക്കെ അകമ്പടിയായി പല്ലക്കിൽ ഇങ്ങനെ പോകുന്ന രാജാവ്. അയാൾ അസൂയയോടെ രാജാവിനെ നോക്കി. രാജാവ് എത്ര ശക്തിമാനാണ്, എത്ര പേരെയാണ് അയാൾ നിയന്ത്രിക്കുന്നത്, എത്ര ശക്തിയാണ് അയാൾക്ക്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ തൊഴിലാളി ഒരു കാഴ്ച കണ്ടു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ തളർന്ന രാജാവും പരിവാരങ്ങളുമൊക്കെ കുറച്ചപ്പുറം മരക്കൂട്ടങ്ങളുടെ തണലിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അയാൾ ആകാശത്തിലേക്ക് നോക്കി. ചുട്ടുപഴുത്തു നിൽക്കുന്ന സൂര്യൻ. അയാൾ ചിന്തിച്ചു, ഈ രാജാവ് സൂര്യൻ്റെ മുന്നിൽ എത്ര നിസ്സാരനാണ്. ഏറ്റവും ശക്തിമാൻ സൂര്യനാണ്. എത്ര വേഗമാണ് ശക്തിമാനായ ഈ രാജാവിനെ സൂര്യൻ തളർത്തിക്കളഞ്ഞത് എന്ന്. അയാൾ അങ്ങനെ നോക്കി നിൽക്കെ ഒരു വലിയ കാർമേഘം വന്ന് ഈ സൂര്യനെ മറച്ചു. സൂര്യൻ്റെ ചൂട് കുറഞ്ഞു, വെളിച്ചത്തിൻ്റെ പ്രഭ കുറഞ്ഞു. ആഹാ, ഈ കാർമേഘം സൂര്യനേക്കാൾ എത്രയോ ശക്തനാണ്, അയാൾ ആലോചിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാറ്റ് വീശുകയും ഈ കാർമേഘം അപ്പാടെ നീങ്ങി മറയുകയും ചെയ്തു. അപ്പോൾ അയാൾക്ക് തോന്നി, ഈ കാർമേഘത്തേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട് ഈ കാറ്റിന്. അപ്പോൾ കാറ്റാണ് ലോകത്തിലേക്ക് ഏറ്റവും ശക്തിമാൻ എന്ന്. ഈ സമയത്താണ് മറ്റൊരു കാര്യം അയാൾ ശ്രദ്ധിച്ചത്. കുറച്ചപ്പുറമുള്ള വലിയ പർവ്വതനിരകൾക്കപ്പുറത്തേക്ക് ഈ കാറ്റ് വീശുന്നുണ്ടായിരുന്നില്ല. ഈ കാറ്റിനെ പർവ്വതനിര തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അയാൾ ആലോചിച്ചു, ഈ കാറ്റിനേക്കാൾ 10 മടങ്ങ് ശക്തിയുണ്ട് ഈ പർവ്വതത്തിന്. ഈ കാറ്റിനെ അത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പർവ്വതമാണ് ലോകത്തിലേക്ക് ഏറ്റവും ശക്തൻ എന്ന്. അയാൾ ആദരവോടെയും അസൂയയോടെയും ആ പർവ്വതത്തെ ഒന്ന് നോക്കി. താനൊക്കെ ഈ പർവ്വതത്തിൻ്റെ മുന്നിൽ എത്ര നിസ്സാരനാണ് എന്ന് ചിന്തിച്ചു. അയാൾ അങ്ങനെ ചിന്തിച്ചു നിൽക്കെ ആ പർവ്വതക്കൂട്ടങ്ങളിൽ ഒന്നിൻ്റെ ശിഖരത്തിൽ നിന്ന് വലിയൊരു പാറ ഉരുണ്ട് താഴേക്ക് പതിച്ചു. തൊട്ടു പിന്നാലെ മറ്റൊന്നുകൂടി ഉരുണ്ടുരുണ്ട് അടിവാരത്തിലേക്ക് പതിച്ചു. അയാൾ ആ പർവ്വതത്തിന് നേരെ ഓടി അതിൻ്റെ അടിവാരത്തിലെത്തി അയാൾ മുകളിലേക്ക് നോക്കി. അതിൻ്റെ മുകളറ്റത്ത് അയാളെപ്പോലെ ഒരു തൊഴിലാളി ആ പാറ പൊട്ടിക്കുകയാണ്. ആ പർവ്വതത്തിൻ്റെ ശിഖരത്തെ പൊട്ടിച്ചെടുക്കുകയാണ്. അയാൾ നോക്കി നിൽക്കെ മൂന്നാമതൊരു പാറ കൂടി അടർന്ന് താഴേക്ക് പതിച്ചു. ആ പർവ്വതത്തിൻ്റെ ശിഖരം ഇപ്പോൾ അപ്പാടെ നിലം പതിച്ചിരിക്കുകയാണ്. അയാൾ ആ തൊഴിലാളിയെ ഒന്ന് നോക്കി. തന്നെപ്പോലെ ഒരാൾ, തന്നെപ്പോലെ ഒരു മനുഷ്യൻ, തന്നെപ്പോലെ ഒരു തൊഴിലാളി. അയാളിതാ താൻ ശക്തിമാനെന്ന് വിചാരിച്ച പർവ്വതത്തിൻ്റെ ശിഖരത്തെ അടർത്തിയെടുത്തിരിക്കുകയാണ്. അയാൾ തന്നെ ഒന്ന് നോക്കി. അയാൾക്ക് ആദ്യമായി തന്നോട് തന്നെ ബഹുമാനം തോന്നി. തൻ്റെ തൊഴിലിനോട് ബഹുമാനം തോന്നി. ഒരു പർവ്വതത്തെ പോലും ശിഥിലമാക്കുവാൻ ശേഷിയുള്ള മനുഷ്യനാണ് താനെന്ന ബോധ്യം അയാളിൽ ഉണ്ടായി. അയാൾ ആദ്യമായി സ്വയം ബഹുമാനിച്ചു. ഇതൊരു ചെറിയ കഥയാണ്, നാടോടി കഥയാണ്. പക്ഷേ അത് പങ്കുവയ്ക്കുന്ന ആശയം വളരെ വലുതാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന തൊഴിൽ അത് എന്തു തന്നെയായാലും അതിൻ്റെ മൂല്യം തിരിച്ചറിയുകയും നമ്മൾ സ്വയം അതിനെ അംഗീകരിക്കുകയും ചെയ്താൽ അതിനോളം സന്തോഷകരമായി ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന സത്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറിയ കഥ.